ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ്, ഈ ഒരു സമയം നിങ്ങളുടെ സോളിന് എന്താണ് നിങ്ങളോട് കണക്ട് ചെയ്യാനുള്ളത്, എന്ത് മെസ്സേജാണ് ഈ ഒരു സമയം സോള് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം ഈ ഒരു നിമിഷം നിങ്ങളുടെ സോള് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. ഈ ന്യൂ സ്ട്രാറ്റജീസ് റിക്വേർഡ് ആണ്. റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ്. ഇതിൽ ഫൈൻഡ് ദ പാത്ത് ടു ലവ് ആൻഡ് ഹാപ്പിനെസ് ആണ് എ ന്യൂ സ്ട്രാറ്റജീസ് റിക്വേർഡ്. അപ്പം നിങ്ങൾ ഇതുവരെ പൊക്കോണ്ടിരുന്ന, ഇതുവരെ ചിന്തിച്ചിരുന്ന, ശരിയെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങളുടെ സോള് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ സ്ട്രാറ്റജി ആവശ്യമാണ്. നിങ്ങൾ പലപ്പോഴും ഇപ്പോൾ നേരെ പോകുമെന്ന് പറയുന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ കാണുന്നതെല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം. കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പം ഓപ്പണായിട്ട് പറയുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെയല്ല വേണ്ടത്. ഒരു പുതിയ സ്ട്രാറ്റജിയുടെ ഒരു തന്ത്രം, ഒരു പുതിയ തന്ത്രം വേണം. നമ്മൾ തന്ത്രം പ്രയോഗിക്കണം എന്നുള്ളതാണ്. നമ്മൾ അത് ആരെയും ചീറ്റ് ചെയ്യാനല്ല, ആരെയും പറ്റിക്കാനല്ല. പക്ഷെ നമ്മൾ ഇതുവരെ പൊക്കോണ്ടിരുന്ന പല കാര്യങ്ങളും നമ്മൾ തന്നെ ശത്രുവാകുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ പാസ്റ്റിൽ നമ്മളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ച് റിവീൽ ചെയ്തതോ ഒക്കെ നമുക്ക് ശത്രുവായിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ചില ആൾക്കാരെ നമ്മൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് ജീവിതത്തിൽ ഉണ്ടായി പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് ആലോചിച്ച് ചെയ്യാത്ത ചില കാര്യങ്ങൾ കാരണം ചില കാര്യങ്ങളുടെ ലൂപ്പ് ഹോളിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് മാത്രം ചിന്തിച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം പാസ്റ്റിൽ. അപ്പോൾ ഇത് നമുക്ക് തന്നെ നമുക്ക് ഈ സമയത്ത് നിങ്ങൾ ചെയ്ത ആ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ സോൾ ഈ ഒരു സമയം പറയുന്നത് നമ്മൾ തന്നെ നമുക്ക് ശത്രുവായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തികളും നമ്മളുടെ സംസാരവും കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ മാറണം എന്നുള്ളതാണ്. നിങ്ങളുടെ സ്ട്രാറ്റജി ഒന്ന് മാറ്റണം. ചില കാര്യങ്ങളിൽ ഒരു തന്ത്രം പ്രയോഗിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരു പുതിയ രീതി അവലംബിക്കേണ്ട അല്ലെങ്കിൽ പുതിയ രീതി കണ്ടുപിടിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് ഒരു സെൽഫ് ലവ് ഉണ്ടാക്കാനും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കാനും നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് പഴയ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ, നിങ്ങൾ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന ചില കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അതൊന്ന് മാറ്റാൻ ശ്രമിക്കുക. നമ്മളൊന്ന് ആലോചിക്കുക, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്ന് ആലോചിക്കുക. ഇപ്പം പ്രശ്നങ്ങൾ വന്നതെല്ലാം നമ്മൾ ഒരുപാട് ആലോചിച്ച് കഴിയുമ്പം പ്രശ്നങ്ങളെല്ലാം നമ്മൾ തന്നെ തുടങ്ങി കൊടുത്തതാണ് എന്നുള്ളതാണ്. നമ്മൾ തുടങ്ങി, മറ്റുള്ളവരത് മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ അത് നമ്മൾ ഇരുന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ തുടക്കം എവിടെയായിരുന്നു, അത് നമ്മൾ തന്നെ ആയിരുന്നു. അപ്പോൾ ഫ്യൂച്ചറിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ ഈ ഒരു സമയം നമ്മളുടെ തന്ത്രം മാറ്റുക. നമ്മൾ വേറൊരു സ്ട്രാറ്റജി ഉപയോഗിക്കുക. നമ്മളായിട്ടിരിക്കുക. നമ്മളുടെ സന്തോഷങ്ങൾ നമ്മളിൽ തന്നെ നിക്ഷിപ്തമാണെന്ന് മനസ്സിലാക്കുക. ഇത് കുറേ ആൾക്കാരെ നമുക്ക് ഇപ്പോൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് ആരെയും പിടിച്ചു വയ്ക്കാതിരിക്കുക, നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആരെയും പിടിച്ചു വയ്ക്കാതിരിക്കുക. നമ്മളിൽ തന്നെ സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ, നമ്മൾ തന്നെ ഇനഫ് ആണ് എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വേറെ ആരെയും ആവശ്യമില്ല എന്നത് മനസ്സിലാക്കുക. കാരണം സന്തോഷം നമ്മൾ തന്നെയാണ് ഉള്ളത്. നമ്മളുടെ സന്തോഷം നിക്ഷിപ്തമായിരിക്കുന്നത് നമ്മൾ തന്നെയാണ്, ഇത് വേറൊരാളിലും അല്ല. അത് മനസ്സിലാക്കുക. അടുത്ത് വന്നിട്ടുള്ളത് റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ് ആണ്. മേക്ക് യൂസ് ഓഫ് ദം ഇൻ യുവർ ലൈഫ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി അത് റിലീസ് ചെയ്യാനാണ്. നിങ്ങളിൽ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്.
അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ കുറേ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുമ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ മറ്റുള്ളവരുടെ കൂടെ ചിലപ്പോൾ നിൽക്കുന്ന സമയം നമ്മളെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കാനോ ചിന്തിക്കാനോ ഒന്നും സമയം കിട്ടൂല. അപ്പം നമ്മൾ പുതിയൊരു തന്ത്രം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ എൻഗേജ്ഡ് ആകുന്നത് നമ്മൾ വിട്ട് കളയുക, നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയം നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി പുറത്തു കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അപ്പോൾ അതിനെ നമ്മൾ ഉപയോഗിക്കാൻ നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്. ചിലപ്പോൾ പാടാനുള്ള കഴിവുണ്ടായിരിക്കാം, ഡാൻസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കാം, എഴുതാനും വരയ്ക്കാനും ടാരോ റീഡ് ചെയ്യാനും ഹീൽ ചെയ്യാനും ചിലപ്പോൾ തയ്ക്കാനും ഫാഷൻ ഡിസൈനിങ് ചെയ്യാനും ഒത്തിരി കഴിവുകളുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നാണ് ഇതിൽ നിങ്ങളുടെ സോൾ പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ഇൻഡ്യൂഷനുള്ള ആൾക്കാരാണ്. അപ്പോൾ ടാരോ റീഡ് ചെയ്യാം, അസ്ട്രോളജി പഠിക്കാം, വാസ്തു പഠിക്കാം, അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്കത് ചെയ്യാൻ ശ്രമിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതിനെ നിങ്ങൾക്ക് ഉപയോഗിക്കുക. ഒരുപാട് കാര്യങ്ങളുള്ളത് നിങ്ങൾ ഉപയോഗിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങളിലേക്ക് ഫോക്കസ് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ ആദ്യം നിങ്ങളത് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഇൻഡ്യൂഷനുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം ആ ഇൻഡ്യൂഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. ഇത് ഞാൻ വിചാരിച്ചത് ശരിയാണല്ലോ. ഈ ഇൻഡ്യൂഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, മെഡിറ്റേറ്റ് ചെയ്യാം, എന്തെങ്കിലും സാധനകൾ ചെയ്യുന്നത് നല്ലതാണ്. സ്പിരിച്വൽ വർക്ക്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന എന്ത് തരത്തിലുള്ള സ്പിരിച്വൽ വർക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ ആ ക്രിയേറ്റീവ് എനർജി പുറത്ത് കൊണ്ടുവരണം. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന്. നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കി അത് പുറത്ത് കൊണ്ടുവന്ന് അത് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ പിന്നീടാണ്, സെക്കൻഡറി ആണ്. ആദ്യം നിങ്ങളുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്ത് നോക്കുക. ഇതാണ് ഈ ഒരു സമയം നിങ്ങളുടെ സോള് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചിലപ്പം ഒരുപാട് പ്രശ്നത്തിലും വിഷമത്തിലും ഒക്കെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ സോളത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ഇരിക്കാനല്ല ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മാറണം. നിങ്ങളൊരു പുതിയ സ്ട്രാറ്റജി ഉപയോഗിക്കണം. പഴയ കാര്യങ്ങൾ പലതും നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളും പറഞ്ഞിരുന്ന കാര്യങ്ങളും ചിന്തിച്ചിരുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ വിട്ടുകളയേണ്ട സമയമായെങ്കിൽ അത് വിട്ടുകളയുക. നല്ലത് മാത്രം എടുക്കുക, ബാക്കി വിട്ടുകളയുക. പുതിയൊരു സ്ട്രാറ്റജി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയം സോള് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു. അപ്പം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.